പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മഹനീയ അത്ഭുത ശക്തികളെ വിവരിക്കുന്ന ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് എല്ലാവരെയും പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഏശയ്യ 41 അധ്യായം 10 വാക്യം ഇപ്രകാരം പറയുന്നു: ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. ഇന്ന് അജ്മാൻ നഴ്സസ് മിനിസ്ട്രിയിൽ നിന്നും നിൽസൺ ജിസ ദമ്പതികളുടെ സാക്ഷ്യം നാം കേൾക്കുമ്പോൾ എത്ര കഠിന പരീക്ഷയിലും നമ്മുടെ മധ്യേ നമ്മെ കൈപിടിച്ചു നടത്തുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള വിശ്വാസം നമ്മിൽ ആഴപ്പെടട്ടെ. എന്റെ പേര് നെൽസൺ. ഞാൻ ദുബായിൽ ഒരു കമ്പനിയിൽ എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുന്നു. ഞങ്ങൾ ഫാമിലിയായിട്ട് 14 വർഷമായി UAE താമസിക്കുന്നു. ഞാൻ വയനാട് ജില്ലയിലെ ഏറ്റവും ക്രിസ്തുരാജ ദേവാലയ ഇടവകമാണ്. ഇത് എന്റെ ഭാര്യ. എൻ്റെ പേര് ജിസ. ഞാൻ അജ്മാനിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഞങ്ങൾക്ക് 4 മക്കളാണ് ഉള്ളത്. ഇത് മിഷേൽ, അജ്മാനിൽ ഗ്രേഡ് 10ൽ പഠിക്കുന്നു. ഞങ്ങളുടെ രണ്ടാമത്തെ ആള് ജെറമിയ. അവൻ ഇന്ന് ഈശോയോടൊത്ത് സ്വർഗത്തിൽ ആയിരിക്കുന്നു. മൂന്നാമത്തെ ആളാണ് ഹെനോക്ക്. അവന് അജ്മാനിൽ 4th ഗ്രേഡിൽ പഠിക്കുന്നു. പിന്നെ ഈശോ ഞങ്ങൾക്ക് തന്ന 4ാമത്തെ ആളാണ് ഇമ്മാനുവേൽ. അവന് KG 2-ൽ പഠിക്കുന്നു. 2006 ഞാൻ UAE എത്തുന്നത്. അതിനുശേഷം 2008 ഞങ്ങളുടെ വിവാഹം നടന്നു. വീണ്ടും അവധി കഴിഞ്ഞ് ഞാൻ UAEക്കും ജിസ സൗദിക്കും പോയി. പിന്നീട് 1 വർഷത്തിന് ശേഷം ജിസ UAEയിലേക്ക് വന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങി. ഞങ്ങൾക്ക് അങ്ങനെ 2010 മോളെ നൽകി ദൈവം അനുഗ്രഹിച്ചു. മിഷേലുണ്ടായി 2 വർഷത്തിന് ശേഷം ഞങ്ങൾക്ക് വീണ്ടും ഒരു കുഞ്ഞ്, ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുവാണ്. ഞങ്ങൾ ഒത്തിരി സന്തോഷത്തോടെ ആ കുഞ്ഞിനെ ഞങ്ങൾ സ്വീകരിച്ചത്. അതിന് 5-ാം മാസത്തെ അനോമാലി സ്കാനിങ് ചെയ്തപ്പോൾ കുഞ്ഞിന് മേജർ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ, അബോർഷൻ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ വേറൊരു ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടിയിട്ട് പല ഡോക്ടേഴ്സിനെയും ഞങ്ങൾ സമീപിച്ചു. അപ്പോൾ അവരെല്ലാം ഞങ്ങളോട് പറഞ്ഞു ഈ കുട്ടി ജീവിച്ചിരിക്കത്തില്ല, നിങ്ങൾ കുഞ്ഞിനെ ഇപ്പം തന്നെ നാട്ടിലേക്ക് പോയിട്ട് അബോർഷൻ ചെയ്ത് കളയണമെന്ന്. അങ്ങനെ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടെ തീരുമാനിച്ചു നമ്മൾ ഈ കുഞ്ഞിനെ കണ്ടിന്യൂ ചെയ്യും, അബോർഷൻ ചെയ്ത് ഈശോയെ വേദനിപ്പിക്കത്തില്ല. ഞങ്ങൾ ഈശോയോട് പറഞ്ഞു ഈശോയെ നിനക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ കുഞ്ഞിനെ സ്വീകരിക്കുക. അങ്ങനെ പ്രാർത്ഥനയും ആയിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോവുക. പലപ്പോഴും നിരാശ തോന്നിയിട്ടുണ്ട്, കുഞ്ഞിൻ്റെ ഭാവി എന്താവും എന്നൊക്കെ ഓർത്തിരുന്ന്. അതെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കും. ഒരു ആരോഗ്യമുള്ള കുഞ്ഞിനെ തരണേന്ന് ഈശോയോട് പ്രാർത്ഥിക്കും. അങ്ങനെ ഇരിക്കെ എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വരിക, എന്തുകൊണ്ട് എനിക്ക് ഈ കുഞ്ഞിനെ ഒരു വിശുദ്ധനായി ഈശോയ്ക്ക് കൊടുത്തുകൂടാ എന്ന്. അങ്ങനെ ഈ കുഞ്ഞ് വിശുദ്ധനാവണമെങ്കിൽ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും വിശുദ്ധയാകണം. അങ്ങനെ ഞങ്ങൾ ഈശോയോട് കൂടുതൽ ഞങ്ങൾ ചേർന്നിരുന്നു. ഈശോ ഞങ്ങളുടെ ജീവിതത്തിലെ പാപങ്ങളും പാപസാഹചര്യങ്ങളെല്ലാം കാണിച്ചു തന്നു. അതൊക്കെ ഉപേക്ഷിക്കാനുള്ളൊരു കൃപ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് തന്നു. ഈ കുഞ്ഞിനെ ഡെലിവറി ചെയ്യാനുള്ള സമയമായപ്പോൾ ഞാൻ നാട്ടിലേക്ക് പോവുക. ഞാനും മൂത്ത മോളും കൂടെ നാട്ടിലേക്ക് പോവുക. അന്ന് എൻ്റെ മമ്മിയും ഹസ്ബൻഡിൻ്റെ ബ്രദറിൻലോയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ തിരുവനന്തപുരത്ത് പല ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോയി. ഈ കുഞ്ഞിന് റിപ്പോർട്ട് കാണിക്കുമ്പം അവരെല്ലാം ഞങ്ങളെ റിജക്റ്റ് ചെയ്തു. ഈ കുഞ്ഞിന് അവിടെ ഡെലിവറി ചെയ്യാൻ പറ്റത്തില്ല, സർജറി ചെയ്യാൻ പറ്റത്തില്ല, ഒത്തിരി കോംപ്ലിക്കേഷൻ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ സർജറിനെ പറ്റി ചിന്തിക്കേണ്ട, കാരണം സർജറി ചെയ്താലും കുഞ്ഞിനെ നിങ്ങൾക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ നാട്ടിലേക്ക് പോവുക, സർജറി എന്ന ഇത് ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് പോവുക. നാട്ടിനടുത്ത് തന്നെയുള്ള ഒരു ഹോസ്പിറ്റലിൽ എനിക്ക് സിസേറിയനിലൂടെ കുഞ്ഞിനെ എടുക്കുക. ആ കുഞ്ഞ് 7 ദിവസം ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ നല്ല ആക്റ്റീവായിരുന്നു. പുറമേ നോക്കുമ്പോൾ അവന് യാതൊരു കുഴപ്പവുമില്ല. അങ്ങനെ 7ാമത്തെ ദിവസം അവൻ പതുക്കെ സിക്കാവാൻ തുടങ്ങി. അപ്പം ഞാനും ജീവിത പങ്കാളിയും ഞങ്ങൾ ഫാമിലി ആയിട്ട് കുഞ്ഞുമായിട്ട് വീട്ടിലേക്ക് പോവുക. വീട്ടിലോട്ട് പോകുമ്പം ഇവൻ ഗ്യാസ്പ് ചെയ്യുക. ഇവന് ചെറിയൊരു ശ്വാസം മാത്രമേ ഇവനുള്ളൂ. അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല,
അപ്പോൾ എനിക്ക് ആ സമയം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നൊരു ചിത്രം, പരിശുദ്ധ അമ്മ ഈശോയുടെ പീഡാസഹനത്തിൽ പരിശുദ്ധ അമ്മയുടെ ഒരു അവസ്ഥ, അതായത് ഈശോയുടെ മരണശേഷം ആ കുഞ്ഞ് ഈശോയെ എടുത്തുകൊണ്ട് മടിയിൽ കിടത്തിയ മാതാവിൻ്റെ ഒരു ചിത്രം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. ഞാനും എൻ്റെ ഫാമിലിയും ആ ഈശോയുടെ പീഡാസഹനത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നൊരു ബോധ്യം എനിക്കുണ്ടായി. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഞങ്ങളുടെ ഇടവക വികാരി വന്ന് കുഞ്ഞിന് രോഗിലേപനം കൊടുത്തു. ആ രാത്രി ആ കുഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് സന്തോഷത്തോടെ കഴിഞ്ഞു. ആ കുഞ്ഞ് ആക്റ്റീവ് ആവാൻ തുടങ്ങി രോഗിലേപനത്തിന് ശേഷം. അപ്പം ഞങ്ങൾക്കൊരു കുഞ്ഞിന് ഈശോ സൗഖ്യം തരും എന്നൊരു ചിന്ത ഞങ്ങൾക്ക് വന്നു. ഞങ്ങൾ അന്ന് രാത്രിയിൽ കുഞ്ഞിന് പാസ്പോർട്ട് എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തു. പിറ്റേ ദിവസം ഉച്ചയായപ്പോൾ ഞാൻ ഇവന് പാല് കൊടുത്ത് എൻ്റെ മടിയിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പം അവന് ജെറുമിയ ഈശോയുടെ അടുത്തേക്ക് പോവുകയാണ് ഉണ്ടായത്. എന്നെ സംബന്ധിച്ച് ഒത്തിരി വിഷമം തോന്നി. പലരും പല വിധത്തിൽ എന്നെ ആശ്വസിപ്പിച്ചു. അപ്പൊ ഞങ്ങളുടെ പള്ളി വികാരി വന്നിട്ട് എന്നോട് പറയുക, ചേച്ചിക്ക് ഒരു മോളുണ്ട്, ഇനിയും കുഞ്ഞുങ്ങളുണ്ടാവും, ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളുണ്ടാവും, പക്ഷെ അവരാരും ഈശോയുടെ അടുത്ത് പോകുന്നോ സ്വർഗത്തിൽ പോകുന്നോ ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല. പക്ഷെ ഈ കുഞ്ഞ് സ്വർഗത്തിലാണ്, ചേച്ചി ഒരു വിശുദ്ധന്റെ അമ്മയാണ് എന്ന് പറഞ്ഞപ്പം അതെനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. എനിക്ക് എൻ്റെ അതുവരെയുള്ള നിരാശയെല്ലാം മാറിപ്പോയി. എങ്കിലും പിറ്റേ ദിവസം ആയപ്പം എനിക്ക് ഭയങ്കര സങ്കടം. ഈ സ്വർഗമുണ്ടോ നരകമുണ്ടോ ഈശോയുണ്ടോ അങ്ങനെ ഒരു ചിന്ത എന്നിലേക്ക് വന്നു. അപ്പം ഞാൻ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുക, അയ്യോ സ്വർഗ്ഗം ഇല്ലെങ്കിൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് ചുമ്മാതാവൂലോ, അങ്ങനെയാണെങ്കിൽ എൻ്റെ കുഞ്ഞൊരു ബോഡിയായിട്ട് ഒരു ശരീരമായിട്ട് ആ കല്ലറയ്ക്കുള്ളിൽ കിടക്കുക. എനിക്ക് അങ്ങനെയൊക്കെ ചിന്തപ്പോൾ എനിക്ക് ഭയം തോന്നി, സങ്കടം തോന്നി. ഞാൻ വലിയൊരു നിരാശയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ജെറമിയയുടെ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം എനിക്ക് യുഎയിലേക്ക് തിരിച്ചു പോരാനായിട്ട് കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഞാനും മോളും കൂടെ ടൗണിൽ പോയി. ഇപ്പൊ ഞങ്ങൾ ബസ്സിനാണ് പോയത്. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് എന്റെ പേഴ്സ് നഷ്ടപ്പെട്ടു പോയി. ഞാന് സ്റ്റോപ്പിൽ ഇറങ്ങി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത്. ആ സമയത്ത് എന്റെ കയ്യില് ടിക്കറ്റ് ഉണ്ടായിരുന്നത് അതും ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏത് ബസ്സിനാ വന്നത്, ബസ്സിന്റെ പേരും അറിയത്തില്ല, ഒന്നുമില്ല. ആകെ ഞാൻ ബ്ലൈൻഡായി. കാരണം എന്റെ യുഎയിലെ ഐ.ഡി. കാർഡ്, പണം എല്ലാം അതിനകത്താണ് ഉണ്ടായിരുന്നത്. അവിടെ അടുത്ത് വന്ന ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർക്കും ഏത് ബസ്സാന്ന് പോലും അറിയത്തില്ല. പിന്നീട് അവിടെ ഉള്ള ഒരു ടാക്സിക്കാരനോട് ചോദിച്ചാൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പം അവരും ഈ കാര്യങ്ങൾ ചോദിച്ചു, ഏത് ബസ്സാണ്, ടിക്കറ്റ് ഉണ്ടോ കയ്യിൽ, ഇതും. അപ്പൊ അതും എന്റെ കയ്യിലില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആ ടാക്സിക്കാര് ആ ടൈമിൽ പോയ ബസ്സിന്റെ പേരുകളൊക്കെ തപ്പിയെടുത്ത് അങ്ങനെ പോലീസുകാര് കണ്ടക്ടർ നമ്പർ കിട്ടി. ആ കണ്ടക്ടറെ വിളിച്ച് ചോദിച്ചു. അങ്ങനെ കണ്ടക്ടറെ വിളിച്ചു ചോദിച്ചപ്പം ആ കണ്ടക്ടർ പറയുകയാണ്, ഒരു പേഴ്സ് കിട്ടിയിട്ട് നമ്മൾ അവിടുന്ന് ഒരു ചേച്ചി ഞങ്ങൾക്ക് ഒരു പേഴ്സ് എടുത്ത് തന്നിട്ടുണ്ട്, അത് അവരുടെ കയ്യിലുണ്ട്, തിരിച്ചു വരുമ്പം അവര് തരാമെന്ന് പറഞ്ഞു. അപ്പം ഈ സമയത്ത് ഞാന് എന്റെ കയ്യിൽ ഫോൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാന് ജിസയോടാണ് ഈ കാര്യം ഞാൻ ഒന്ന് വിളിച്ചു പറഞ്ഞത്. ഞാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല, ഇപ്പം ഞാനും മോളും ഇങ്ങനെ ടൗണിൽ നിൽക്കുവാണെന്ന് മാത്രം ജിസയോട് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാന് ഇങ്ങനെ ഞാൻ പറഞ്ഞ ഒരു വല്ലാത്ത നിരാശപ്പെട്ട അവസ്ഥയിൽ നിൽക്കുവാണ്. സ്വർഗമുണ്ടോ നരകമുണ്ടോ ഇങ്ങനെയൊക്കെ നിരാശപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് നിൽസാനും വിളിച്ചു പറയുന്നത്, പേഴ്സ് പോയി, ബസ് നമ്പർ അറിയത്തില്ല, ഏത് ബസ്സാന്ന് അറിയത്തില്ല. അപ്പൊ അവിടെ കൂടെ ഇരുന്ന മമ്മി അവരെല്ലാരും പറഞ്ഞു, പിറ്റേ ദിവസം ഓണാണ്, ബസ് നിറയെ ആളുണ്ടായിരുന്നു, ആ ബസ് കിട്ടത്തില്ലെന്ന് പറഞ്ഞു. കാരണം ഏതാ ബസ്സെന്ന് പോലും അറിയത്തില്ലല്ലോ. അപ്പൊ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ ആ പേഴ്സ് കിട്ടാൻ സാധ്യതയില്ല, പക്ഷേ എൻ്റെ കുഞ്ഞ് സ്വർഗത്തിലാണെങ്കിൽ എനിക്ക് ആ പേഴ്സ് തിരിച്ചു തരണം, എന്നാൽ ഞാൻ വിശ്വസിക്കും, ആ കുഞ്ഞ് സ്വർഗത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് നിൽച്ചാനും വിളിച്ചു പറഞ്ഞത് പേഴ്സ് കിട്ടിയെന്ന്. അപ്പോൾ എനിക്ക് വിശ്വാസമായി എൻ്റെ കുഞ്ഞ് സ്വർഗത്തിലാണെന്ന്. ഇന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ നന്മ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത് എൻ്റെ ജെറമിയായ എനിക്ക് അവന് ഈശോയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അവന് ഈശോടൊത്ത് സ്വർഗത്തിൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു എന്നത്. ആ ദിവസങ്ങളിൽ നേഴ്സസ് മിനിസ്ട്രിയുടെ ഒരു കൂട്ടായ്മ ഞങ്ങളുടെ വീട്ടിൽ വെച്ചായിരുന്നു. അന്ന് വചനം പങ്കുവയ്ക്കാമെന്ന് ബ്രദർ പ്രാർത്ഥനയുടെ അവസാനം ഒരു മെസ്സേജ് തന്നു. ഞങ്ങളുടെ ആ വീട്ടിലേക്ക് നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിനെ ഈശോ തിരികെ തരുന്നുവെന്ന്. അപ്പം ഞങ്ങൾക്കത് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ പ്രാർത്ഥനയോടെ ഞങ്ങളെ മൂന്നാമത്തെ കുഞ്ഞിന് വേണ്ടി കാത്തിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഉണ്ടായ കുഞ്ഞാണ് ഹെനോക്ക്.
ജെറമിയയിലൂടെ ഞങ്ങൾക്ക് ഒത്തിരി ആത്മീയമായും ഭൗതികമായും ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകി ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചിരുന്നു. കാരണം ഹെനോക്ക് ഉണ്ടാകുന്ന തൊട്ടു മുന്നെയാണ് എനിക്ക് UAE ഒരു നല്ലൊരു കമ്പനിയിൽ ജോലി ലഭിക്കുകയും ഇൻക്ലൂഡിങ് പ്രഗ്നൻസി മെറ്റേണിറ്റി കവറേജ് ഉള്ള ഒരു ഇൻഷുറൻസ് നൽകി ഉള്ള ഒരു കമ്പനിയിലാണ് എനിക്ക് ജോലി ലഭിച്ചത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു കുഴപ്പവുമില്ലാതെ ഹെനോക്കിനെ പ്രസവ സമയത്ത് എല്ലാ കാര്യങ്ങളും ദൈവം നന്നായി നടത്തി തന്നു. അതിനുശേഷം 2 വർഷത്തിന് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് വീണ്ടും എമ്മാനുവേലിനെ നൽകി ദൈവം അനുഗ്രഹിക്കുന്നത്. ഇമാനുവേലിനെ ഞാൻ കൺസീവായി അവൻ്റെ 5-ാം മാസത്തിലെ അനോമാലി സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവനും മേജർ ഹാർട്ട് പ്രോബ്ലം ആണെന്ന്. ഞങ്ങൾക്ക് രണ്ടുപേരും ഞങ്ങൾ പകച്ചു. കാരണം ഒരു കുഞ്ഞിന് ഓൾറെഡി ഈശോയുടെ അടുത്ത് പോയി, പിന്നെയും ഈശോ ഞങ്ങൾക്കൊരു സഹനം തരുവാണോ എന്നോർത്തിട്ട്. അന്നേരം നെൽസ്റ്റാൻ എന്നോട് പറഞ്ഞു, പിന്നെ നമ്മുടെ ആദ്യത്തെ കുഞ്ഞിനെ നമ്മൾ ഈശോയ്ക്ക് കൊടുത്തില്ലേ, അപ്പം ഈ കുഞ്ഞിനെ ഈശോ നമുക്കൊരു സാക്ഷിയാവാൻ വേണ്ടിയിട്ട് ഒരു സൗഖ്യം തരും, അതിനുവേണ്ടി ഈശോ നമുക്ക് ഈ സഹനം തന്നേക്കുന്നേ എന്ന് പറഞ്ഞു. അത് എനിക്കൊരു പ്രത്യാശ നൽകി എനിക്ക്. പിന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഈശോ ഞങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തരണേ എന്ന്. പക്ഷെ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴും എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ഈശോയെ പൂർണ്ണ ആരോഗ്യത്തോടെ കുഞ്ഞിനെ തരണമേ എന്ന്. പകരം ഈശോയെ അങ്ങയുടെ ഹിതം നിറവേറട്ടെ, നീ എന്ത് തന്നാലും അത് നന്ദിയോടെ സന്തോഷത്തോടെ സ്വീകരിക്കുവാനുള്ള ഒരു വലിയ കൃപ എനിക്ക് തരണമേ, അതിനെന്നെ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. ഈ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഈശോയോട് പറയും, ഈശോയെ എനിക്ക് സൗഖ്യമുള്ള പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ആട്ടോ വേണ്ടേ, ഞാൻ അതാ ആഗ്രഹിക്കുന്നതെന്ന് ഈശോയുടെ അടുത്ത് പോയിട്ട് ഞാൻ പറയും. ഞങ്ങളൊരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടിയിട്ട് പല ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്കും പോയി. അന്നേരം അവരെല്ലാം ഞങ്ങളോട് പറഞ്ഞത് കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയാനാണ്. ഇവൻ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ പോലും ഞാൻ പോയപ്പം ആ ഡോക്ടർ എന്നെ കുറേ ഉപദേശിച്ചു, നീ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യരുത്, ചെയ്തിട്ടുണ്ടെങ്കിൽ ഒത്തിരി കോംപ്ലിക്കേഷൻ ഉണ്ട്, ഈ കുഞ്ഞിനെ കിട്ടത്തില്ല, ഒത്തിരി നീ സഫർ ചെയ്യേണ്ടി വരും. അപ്പം എന്നോടുള്ള സ്നേഹം കൊണ്ട് അവർ പറയുക, നീ നാട്ടിൽ പോയി അബോർട്ട് ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല ഞാൻ ചെയ്യത്തില്ല, ഞാനൊരു ക്രിസ്ത്യാനിയാ, ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അവര് എന്നോട് ദേഷ്യപ്പെട്ടിട്ട് ആ സ്കാനിങ് റൂമിൽ നിന്ന് ഇറങ്ങി പോവുക ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഈശോയോട് പറഞ്ഞു, ഈശോയെ നിനക്ക് വേണ്ടിയാട്ടോ ഞങ്ങൾ ഈ കുഞ്ഞിനെ സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുക. ഇവിടെ തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ എന്നെ സിസേറിയന് വേണ്ടിയിട്ട് അഡ്മിറ്റ് ആക്കി. അങ്ങനെ എമ്മാനുവേലിനെ NICUവിലേക്ക് മാറ്റിയതിന് ശേഷം ഡോക്ടർ സ്കാനിങ്ങിൻ്റെ റിസൾട്ട് പറയാൻ വേണ്ടി എന്നെ വിളിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞങ്ങൾ മുന്നേ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന അതേപോലെ തന്നെയുള്ള സെയിം റിസൾട്ട് തന്നെയാണ് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത്. ഇവിടെ കാർഡിയാക്ക് സർജറിക്കുള്ള ഓപ്ഷൻസ് ഇല്ല, അപ്പം നിങ്ങൾ മറ്റ് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനാണ് നിർദ്ദേശിച്ചത്, അബുദാബിയിലേക്കുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക്. അപ്പം ഞാൻ അതിന് മുന്നേ ഒരു കാര്യം തീരുമാനിച്ച് നമ്മുടെ ഷാർജ പള്ളിയിലെ വികാരി അച്ഛനെ കൊണ്ടുവന്ന് എമ്മാനുവേലിന് ഞങ്ങൾ മാമോദിസ കൊടുത്തു. അതിനുശേഷം ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞാൻ എമ്മാനുവേലിനെയായിട്ട് അബുദാബിയിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ റിസൾട്ടുകളെല്ലാം അവരവിടെ കാണിച്ചു, ഇവിടുത്തെ റിപ്പോർട്ടുകളെല്ലാം കാണിച്ചു. അപ്പോൾ അവിടുത്തെ മെയിൻ ഒരു ഡോക്ടർ ഞാനുമായിട്ട് സംസാരിച്ചപ്പോൾ ഡോക്ടർ ഇങ്ങനെ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസിനെ പറ്റിയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. 3 സ്റ്റേജ് സർജറിയാണ്. അപ്പം അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അത് കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും, നിങ്ങളതെല്ലാം സഹിക്കണം, അങ്ങനെയുള്ള കുറേ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു. അപ്പം നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, അപ്പം നിങ്ങൾ തന്നെ വീണ്ടും ചിന്തിക്കുക ഇത് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ വീണ്ടും എനിക്ക് കൺഫ്യൂഷനായി. എനിക്കിപ്പോൾ ഒരു തേർഡ് ഒപ്പീനിയൻ ചോദിക്കാൻ വേറെ ഒരാളില്ല, കാരണം ജിസ അത്ര കോൺഷ്യസ് ആയിട്ടുമില്ല. അപ്പോൾ വീണ്ടും നമ്മുടെ നേഴ്സസ് മിനിസ്ട്രിയിലെ സഹോദരിമാർ എമ്മാനുവേലിന് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കൂടെയുള്ള ഒരു ബ്രദറിനെ ഞാൻ വിളിച്ചു, ഇങ്ങനെ എൻ്റെ ഒരു ഒപ്പീനിയന് വേണ്ടിയിട്ട്. ബ്രദറെ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഡോക്ടർ എന്നോട് ഇങ്ങനെയാണ് പറയുന്നത്. അപ്പം ബ്രദറും എന്നോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ഹിതം അങ്ങനെയാണെങ്കിൽ അവനെ അവിടെ അഡ്മിറ്റ് ചെയ്യുക, അവൻ്റെ സർജറി നടക്കേണ്ടതാണെങ്കിൽ അതുപോലെ പോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും അങ്ങനെ തന്നെ തീരുമാനിച്ചു. അതിനുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം സൈൻ ചെയ്തു, കൺസെൻ്റ് എല്ലാം ഞാൻ സൈൻ ചെയ്ത് കൊടുത്തു. എമ്മാനുവേലിനെ അവിടെ അഡ്മിറ്റ് ചെയ്തു.
അതിനുശേഷം ഡോക്ടർ പറഞ്ഞു ഇവിടെ ബൈസ്റ്റാൻഡറിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം, എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കാമെന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് ജിസയുടെ അടുത്തേക്ക് വരികയായിരുന്നു. അങ്ങനെ എന്നെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് ഞാനും നെൽസ്റ്റാനും കൂടെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോവുക. ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഷാർജ പള്ളിയിലെ വികാരി പ്രാർത്ഥിച്ച് ബ്ലെസ് ചെയ്തിട്ട് ഒരു വചനം എടുത്തു തന്നു. അതിതായിരുന്നു, ഏഷ്യ 43:2. നീ സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കും, നദി നിന്നെ മുക്കിക്കളയുകയില്ല, അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാലകൾ നിന്നെ ദഹിപ്പിക്കുകയില്ല. ഈ ഒരു വചനമായിരുന്നു ഞങ്ങൾക്ക് മുമ്പോട്ടുള്ള ഞങ്ങളുടെ ജീവിതത്തെ നയിച്ചത്. ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി, നിശ്ചയം തിരിച്ച് വീട്ടിലോട്ട് പോന്നു. ഞാനും കുഞ്ഞും മാത്രം ഹോസ്പിറ്റലിൽ. ഞാൻ അവന് ഈശോയുടെ പാട്ടുപാടിയും വചനം പറഞ്ഞും എല്ലാം കൊടുത്ത് ഞങ്ങളുടെ ദിവസങ്ങൾ തള്ളി നീക്കുക. അവൻ്റെ സർജറിയുടെ ഡേറ്റ് ഫിക്സ് ചെയ്തില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ കുഞ്ഞുമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പം എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത കടന്നു വരിക. ഈശോയ്ക്ക് എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഞാൻ ചുറ്റും നോക്കി, എൻ്റെ കൂടെ ആർക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങളില്ല, എല്ലാവർക്കും ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ. എനിക്ക് പതുക്കെ നിരാശയിലേക്ക് ഞാൻ പോയി. എൻ്റെ സന്തോഷം നഷ്ടപ്പെട്ടു. ഞാൻ മൊത്തം ഡിപ്രഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ എനിക്ക് ദൈവത്തോട് വെറുപ്പ് തോന്നി. ദൈവത്തിന് എന്നെ ഇഷ്ടമില്ലല്ലോ, അതുകൊണ്ടല്ലേ ദൈവം എനിക്ക് ഇങ്ങനെയൊക്കെ തന്നേന്ന് ഓർത്തിട്ട്. അങ്ങനെ 3-4 മണിക്കൂർ ഞാൻ കടന്നുപോയി. ഈ സമയം എൻ്റെ നേഴ്സസ് മിനിസ്ട്രിയിലെ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കൾ അവ എനിക്ക് വേണ്ടി കരുണയുടെ ജപമാലയുടെ നൊവേന കണ്ടിന്യൂസ് ഇന്ന് ചൊല്ലുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ ആ പ്രാർത്ഥനയുടെ, എൻ്റെ വീട്ടുകാരുടെ, അവരുടെ എല്ലാം പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് കുറച്ച് കഴിയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വിശുദ്ധന്മാരുടെ എല്ലാം ഇങ്ങനെ ചിത്രങ്ങൾ തെളിഞ്ഞു വന്നു. പ്രത്യേകിച്ച് ജോൺ പോൾ 2 മാർപ്പാപ്പ ചെറുപ്പത്തിലെ അമ്മ നഷ്ടപ്പെട്ടു, പിന്നെ വെടിയുണ്ട് തെറിച്ചു. അപ്പം അങ്ങനെ ചോദിക്കുക, മാതാവിന് ഈശോയ്ക്കൊക്കെ ഒത്തിരി ഇഷ്ടം ജോൺ പോൾ 2 മാർപ്പാപ്പയെ. അങ്ങനെ ഇഷ്ടമുണ്ടായിട്ടും ആ വെടിയുണ്ട് തുളച്ചു കയറിയില്ലേ, അങ്ങനെ അത് വേണമെങ്കിൽ ഈശോയ്ക്ക് തടയാമായിരുന്നല്ലോ, എന്നിട്ടും ആ സഹനം കൊടുത്തില്ലേ. റീത്ത പുണ്യവതി ജീവിതത്തിൽ ഉടനീളം സഹനങ്ങളായിരുന്നു. അൽഫോൽസാമ, ഇവരൊക്കെ ജീവിതവും ഈ ചിത്രങ്ങളും എൻ്റെ മുന്നിലേക്ക് വന്നപ്പോൾ എന്നോട് ഇങ്ങനെ ഈശോ സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നുക. എന്നെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ ഈ സഹനങ്ങൾ തന്നത്. ഈശോയ്ക്ക് ഇഷ്ടമുള്ളവരെയാണല്ലോ ഈശോ ശാസിക്കുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത്. വചനത്തിൽ പറയുന്നില്ലേ, ഈശോയ്ക്ക് ഇഷ്ടമുള്ളവരെ ഈശോ ശാസിക്കുമെന്ന്. ഇങ്ങനെയൊക്കെ ചിന്തകൾ കടന്നു വന്നപ്പോഴത്തേക്കും എന്നെ നഷ്ടപ്പെട്ടു പോയ ആ പ്രതീക്ഷയും പ്രത്യാശയും ആ ഹൃദയത്തിലെ ആനന്ദവും എല്ലാം തിരിച്ചു വന്നു. പിന്നെ എനിക്ക് ഈശോയ്ക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞു ഇവനെ സർജറിക്കുള്ള ഡേറ്റ് കിട്ടുക. അങ്ങനെ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ നീ സർജറി ചെയ്യണം, ആ സർജന് ഏത് സർജനാണ് നീ ഫിക്സ് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പിറ്റേ ദിവസം ഇവനെ സർജറിക്ക് കൊണ്ടുപോവുക. രാവിലെ 8 മണിക്ക് സർജറിക്ക് കയറ്റി. അവനെ സർജറിക്ക് കയറ്റിയപാടെ ഞാനും നെൽസ്റ്റാനും അബുദാബി സെൻറ് ജോസഫ് പള്ളിയിൽ പോയിട്ട് അവിടെ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഇരുന്ന് ഞങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കുക. തിരിച്ച് ഞങ്ങൾ വന്ന് 6 മണിയായപ്പോഴത്തേക്കും കുഞ്ഞിനെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ICUവിലേക്ക് കൊണ്ടുവന്നു. അപ്പം ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ കേൾക്കുന്നത് നഴ്സുമാർ പറയുന്നുണ്ട്, അമ്മയെ പറഞ്ഞ് മനസ്സിലാപ്പിക്കണം, കാരണം കുഞ്ഞിൻ്റെ അവസ്ഥ ക്രിട്ടിക്കലാണ് എന്ന്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഡോക്ടേഴ്സൊക്കെ വളരെ വിഷമത്തോടെ നിൽക്കുന്നു. കുറച്ച് കഴിയുമ്പം ഡോക്ടർ വന്നിട്ട് എന്നോട് പറയുക, കുഞ്ഞിൻ്റെ അവസ്ഥ വളരെ ക്രിട്ടിക്കലാണ് എന്ന്. അപ്പം ഞാനും ഹസ്ബൻഡും ICUവിന് പുറത്തേക്ക് ഇറങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, ഈശോയെ ഞാൻ ഈശോയോട് സർജറി ചെയ്യാൻ പറഞ്ഞിട്ട് എന്താ ഈശോ അത് ഫെയിലായിപ്പോയേ. അപ്പം എനിക്ക് ദേഷ്യം തോന്നി ഈശോയോട്. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ഈശോ ഇല്ല, ഈശോ ഇത് ചുമ്മയാ. അപ്പം എൻ്റെ ഹസ്ബൻഡ് ഇരുന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ഞാൻ ഇൻസ്റ്റാനോട് പറഞ്ഞു, ഇൻസ്റ്റായ ചുമ്മാ പ്രാർത്ഥിക്കണ്ട, അങ്ങനെ ദൈവമൊന്നുമില്ല, ദൈവം ഉണ്ടായിരുന്നില്ല ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ലായിരുന്നു എന്ന്. അപ്പം എൻ്റെ മൊബൈലിൽ ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ ഈശോയ്ക്ക് സ്വപ്നം കാണുവാൻ, എൻ്റെ ഈശോയ്ക്ക് വളർത്തുവാൻ, കൊഞ്ചിക്കുവാൻ, താലോലിക്കുവാനായി ഞാൻ എൻ്റെ ഇമ്മാനുവേലിൽ തരുന്നു, ഈശോയുടെ ഇമ്മാനുവേലെന്ന്. ഞാൻ അതൊക്കെ മായ്ച്ചു കളഞ്ഞു. ഞാനും അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഡോക്ടർ വന്നിട്ട് പറയുക, ഞങ്ങളൊരു മീറ്റിംഗ് കൂടി. ആ മീറ്റിങ്ങിൽ അതായത് ഡോക്ടറിൻ്റെ അഭിപ്രായം ഒന്നും കൂടെ കുഞ്ഞിനെ പിറ്റേ ദിവസം സർജറിക്ക് എടുക്കുക എന്നാണ്. അപ്പം അതും കേട്ടിട്ട് എനിക്ക് വിഷമായി. അപ്പം എൻ്റെ ഉള്ളിലിരുന്ന് ആരും പറയുക, എൻ്റെ ഇമ്മാനുവേലല്ലേ, എനിക്ക് കൊഞ്ചിക്കാനും എനിക്ക് താലോലിക്കാനും നീ തന്ന ഇമ്മാനുവേലല്ലേ, അപ്പം എനിക്ക് ഇഷ്ടമുള്ള ദിവസമല്ലേ സർജറി ചെയ്യേണ്ടതെന്ന്. അങ്ങനെ പിറ്റേ ദിവസം അവനെ സർജറിക്ക് എടുത്തു. എനിക്ക് ഇങ്ങനെ ഒരു ബോധ്യം കിട്ടിയപ്പോഴത്തേക്കും എനിക്ക് പിന്നെ ഞാൻ പതുക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാനും ഹസ്ബൻഡും കൂടെ ഒന്നിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിറ്റേ ദിവസം അവനെ സർജറിക്ക് എടുത്തു. ഒരു 6 മണിക്കൂർ നേരത്തെ സർജറി ആയിരുന്നു. സർജറി കഴിഞ്ഞ്
ഞങ്ങൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജറി സക്സസ്ഫുൾ ആയിരുന്നു എന്ന്. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഇന്നലെ നീ സർജറി ചെയ്തു, ഇന്ന് എൻ്റെ ഈശോ സർജറി ചെയ്തു എന്ന്. അപ്പം അത് ചോദിച്ചു, ആരാണ് ജീസസ് ക്രൈസ്റ്റ്? അപ്പോൾ അവിടുത്തിരുന്ന ഒരു അനസ്തറ്റിസ്റ്റ് ആ ഡോക്ടർ പറഞ്ഞു, ജീസസ് ക്രൈസ്റ്റ് അത് അവളുടെ ഗോഡാ എന്ന്. ഞാനൊരു NICU നേഴ്സാണ്. എൻ്റെ വീടിന് തൊട്ടടുത്താണ് ജിസ താമസിക്കുന്നത്. മോൻ്റെ സർജറിയൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ഒരു സർജറിക്ക് വേണ്ടിയുള്ള ഇടവേളയിൽ കുഞ്ഞിൻ്റെ ഭാരം ഒരു നിശ്ചിത അളവിൽ കൂടിയാൽ മാത്രമേ അടുത്ത ഓപ്പറേഷന് വേണ്ടി അവനെ എടുക്കാൻ പറ്റുകയുള്ളൂ. അവന് ശ്വാസം മുട്ടലുള്ളതുകൊണ്ടും മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളും കാരണം ഒരു പരിധിയിൽ കഴിഞ്ഞ് പാല് കുടിക്കാൻ അവന് പറ്റുമായിരുന്നില്ല. മൂക്കിലൂടെ ട്യൂബിട്ട് കുഞ്ഞിന് പാല് കൊടുക്കേണ്ട സാഹചര്യത്തിൽ പലപ്പോഴും അതിനുവേണ്ടി ഞാൻ അവളുടെ വീട്ടിൽ പോയിട്ടുണ്ട്. ഒരു 4 മാസം പ്രായമുള്ള കുഞ്ഞ് തുടർച്ചയായി തന്നെ ഈ ട്യൂബ് വലിച്ചൂരുകയും അതുമൂലം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ പ്ലാസ്റ്റർ ഒട്ടിച്ചു വെക്കുന്നത് കൊണ്ട് അവൻ്റെ മുഖത്തുണ്ടാകുന്ന അലർജിയും കുരുക്കളും സ്കിൻ പോകുന്നതുമൊക്കെ തുടർച്ചയായിട്ട് ഈ ട്യൂബ് ഇടുന്നതിൻ്റെ അസ്വസ്ഥതകളും എല്ലാം അവരുടെ ഭവനത്തെ ഒത്തിരി അലട്ടിയിട്ടുണ്ട്. അവളൊരു നേഴ്സാണ്, അതോടൊപ്പം ഒരു അമ്മയുമാണ്. കുരിശിൻ്റെ ചുവട്ടിൽ പരിശുദ്ധ അമ്മ നിശബ്ദയായി സഹിച്ചതുപോലെ ജിസയും അവളുടെ മമ്മിയും ഈ സഹനങ്ങളിലൂടെ എല്ലാം കടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വചനത്തിൽ പറയുന്നത് പോലെ മഴ പെയ്തു, കാറ്റൂതി, വെള്ളപ്പൊക്കമുണ്ടായി, അത് ആ ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു. എന്നാൽ അത് നിലം പതിച്ചില്ല. എന്തെന്നാൽ ആ ഭവനം പാറയാകുന്ന ക്രിസ്തുവിന്മേൽ പണിയപ്പെട്ടതായിരുന്നു. അവളുടെ വിശ്വാസം, സഹനത്തോട് ചേർന്നുള്ള ജീവിതം, ഒരിക്കലും തോറ്റുകൊടുക്കാൻ തയ്യാറാവാത്ത അവളുടെ മനോഭാവം, കുരിശിൽ മരിച്ച ഈശോയിലും അവൾ കണ്ടിരുന്നത് പ്രത്യാശ നിറഞ്ഞ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെയായിരുന്നു. ഒരു വലിയ പാഠമാണ് അത് ഞങ്ങൾ അജ്മാൻ നേഴ്സസ് മിനിസ്ട്രിക്കാരെ പഠിപ്പിച്ചത്. എത്ര വലിയ സഹനങ്ങളുണ്ടായാലും, എത്ര വലിയ കുരിശിലൂടെ നമ്മളെ ജീവിതം കടത്തിവിട്ടാലും ഈശോയോട് ചേർന്ന് നിൽക്കണമെന്നും ഉദ്ധിതനായ ക്രിസ്തുവിലായിരിക്കണം നമ്മുടെ പ്രതീക്ഷയെന്നും. ഇതുപോലെ നമുക്കും ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ജിസയുടെ ജീവിത മാതൃക അനുസരിച്ച് വചനത്തിൽ ഈശോയോട് ചേർന്ന് നിൽക്കാം. ആമേൻ. ഈ ദമ്പതികൾ കടന്നുപോയ സഹനത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും നമ്മളിൽ പലരും. അതാവാം ഈ ദിവസം നാം ഈ സാക്ഷ്യം കേൾക്കാൻ ഇടയായത്. നമ്മുടെ കരുണയുള്ള ദൈവം നിന്റെ ഹൃദയം നുറുങ്ങിയ വേദനകൾക്കും മീതെ പ്രവർത്തിക്കാൻ മതിയായവനാണ്. ഈ വിശ്വാസം നമ്മിൽ ആഴപ്പെടട്ടെ. അതിനുള്ള കൃപയ്ക്കായി എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനും വിശുദ്ധയുമായി തീരട്ടെ. ആമീൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.